മിനിറ്റ് കൂടുമ്പോഴും ഫോൺ പരിശോധിക്കാനുള്ള തോന്നലുണ്ടാകാറുണ്ടോ? എത്ര തിരക്കിട്ട ജോലിക്കിടയിലായാലും ഇടയ്ക്കിടെ സാമൂഹ്യ മാധ്യമം പരിശോധിക്കാറുണ്ടോ? ചെയ്യുന്ന ജോലികളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ലെന്ന തോന്നലോ, മുമ്പത്തെ പോലെ ഒരു പാരഗ്രാഫ് പോലും സ്വസ്ഥമായി വായിക്കാൻ കഴിയുന്നില്ലെന്ന തോന്നലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോപ്കോൺ ബ്രെയിൻ എന്ന അവസ്ഥയാകാം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി വലിയ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ നമ്മുടെ തലച്ചോറിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ മസ്തിഷ്ക പ്രവർത്തന രീതിയെ തന്നെ ബാധിച്ചേക്കാം. ശ്രദ്ധക്കുറവ്, ആഴത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കുക, നിയന്ത്രണത്തിന് അതീതമായി സമ്മർദ്ദം ഉയർത്തുക എന്നിവയ്ക്ക് ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും കൂടുതലുള്ള ഉപയോഗം കാരണമായേക്കാം. ഈ അവസ്ഥയെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് പോപ്കോൺ ബ്രെയിൻ എന്നാണ്. ഇത് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തിന്റെയും നിരന്തരമായ മൾട്ടി ടാസ്കിങ്ങിന്റെയും ആഘാതത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ മാനസിക നിലയെ ശിഥിലമാക്കുകയും സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പോപ്കോൺ ബ്രെയിൻ എന്നത് ശാസ്ത്രീയ പേരല്ലെങ്കിലും വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഗവേഷകനായ ഡേവിഡ് ലെവിയാണ് 2011 പോപ്കോൺ ബ്രെയിൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത്. മതിയായ ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തത് മൂലം ഒരു കാര്യത്തിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന രീതിയിൽ മനസ്സ് വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ പേരിന് പിന്നിലും ഒരു കാരണമുണ്ട്. ചൂടാക്കുമ്പോൾ പോപ്കോൺ പൊട്ടുന്നതിന് സമാനമായാണ് മനസ്സ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതെന്നത് കണക്കാക്കിയാണ് ഈ പേര് വരുന്നത്. ഓൺലൈനിൽ എത്രയധികം സമയം ചെലവഴിക്കുന്നു അത്രത്തോളം പോപ്കോൺ ബ്രെയിനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഗവേഷകർ പറയുന്നത്. ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയുടെ അമിത ഉപയോഗം മസ്തിഷ്കത്തിന്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റമുണ്ടാക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി പോപ്കോൺ ബ്രെയിൻ പരിഹരിക്കുന്നതിനുള്ള മാർഗം കൂടി പറഞ്ഞു തരാം. ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നതിനായി കൃത്യമായ സമയം നിശ്ചയിക്കുക. അവയുടെ ഉപയോഗം ഇത്ര സമയത്തിനുള്ളിൽ നിർത്തണമെന്ന് തീരുമാനിക്കുകയും മസ്തിഷ്കത്തിന് വിശ്രമിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുക. പ്രകൃതിയുമായി അടുത്തിടപഴകുന്നതും പോപ്കോൺ ബ്രെയിൻ മൂലമുള്ള സമ്മർദ്ദം ഇല്ലാതാക്കി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. വായന, കല, വ്യായാമം പോലെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. കൂടാതെ ഓൺലൈൻ ഇരിക്കുന്ന സമയത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ചിട്ട പുലർത്തുക. മെയിലുകളും സാമൂഹ്യ മാധ്യമവും ഒക്കെ പരിശോധിക്കുന്നതിലെല്ലാം സമയം നിശ്ചയിക്കണം. ഇവയെല്ലാം കൃത്യമായി പാലിച്ചാൽ തന്നെ പോപ്കോൺ ബ്രെയിൻ പരിഹരിക്കാം. You are watching India's first NGO television, Malanad TV India.